ചാനൽ ജിപാറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ആയ പ്രായത്തിൽ പണിയെടുത്ത് കുറച്ച് സമ്പാദിച്ച് അതിൽ നിന്നുള്ള വരുമാനത്തിൽ ശിഷ്ടകാലം ജീവിക്കാമെന്ന കണക്കുകൂട്ടലിലായിരിക്കും പലരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലുമൊക്കെ റിസ്ക് ഭയന്ന് നിക്ഷേപിക്കാൻ ഭയക്കുന്നവർക്ക് സേഫായി പണം എവിടെ നിക്ഷേപിക്കണമെന്നും ഒരു മാസ വരുമാനമായി അതിൽ നിന്ന് എത്ര കിട്ടുമെന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 1,00,000 രൂപ എവിടെയൊക്കെ നിക്ഷേപിക്കാമെന്നും അതിൽ നിന്നും എത്ര രൂപ മാസം കിട്ടുമെന്നുമാണ് വീഡിയോയിലുടനീളം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ബാങ്ക് FD ആണ്. ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗമാണ് ബാങ്ക് FD. ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയയാണ് ബാങ്കിൽ FD ഇടുക എന്നത്. SBI, കാനറ പോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്ക് ആയാലും HDFC, ICICI പോലെയുള്ള പ്രൈവറ്റ് ബാങ്ക് ആയാലും മന്ത്ലി ഇൻട്രസ്റ്റ് പേഔട്ട് കിട്ടുക പ്രയാസമായിരിക്കും. കൂടുതലും ഇയർലി പേഔട്ട് ആകും. അങ്ങേയറ്റം പോയാൽ 3 മാസത്തിലൊരിക്കലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യലാണ് ബാങ്കുകൾ ചെയ്യാറ്. ഏകദേശം 6.4% അഥവാ 1,00,000-ന് ഒരു വർഷം 6,400 രൂപ. അതാണ് നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അടുത്ത നിക്ഷേപ മാർഗം ബാങ്ക് FD തന്നെയാണ്. പക്ഷേ RBI അപ്രൂവൽസ് ഉള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് ഗണത്തിൽപ്പെടുന്ന ഇസാഫ്, AU സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളാണ്. നാഷണലൈസ്ഡ് ബാങ്കുകളേക്കാൾ താരതമ്യേന ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് മാത്രമല്ല, മന്ത്ലി ഇൻട്രസ്റ്റ് പേഔട്ട് ഇത്തരം ബാങ്കുകൾ ചെയ്യാറുണ്ട്. 7.3% വരെ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്കുകൾ വരെയുണ്ട്. അതായത് 1,00,000-ന് മാസം 608 രൂപ. അടുത്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് പറയാവുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപമാണ്. പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീമിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7.4%. 1,00,000-ന് മാസം 617 രൂപ വരുമാനം നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നവർക്ക് കേരള ട്രഷറി FDകൾ പരീക്ഷിക്കാവുന്നതാണ്. ട്രഷറി നിക്ഷേപങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ചിലർക്ക്. അത് ശരിക്കും തെറ്റാണ്. ആർക്കും ട്രഷറിയിൽ FD തുടങ്ങാൻ കേട്ടോ. 7.5% പലിശയാണ് ലഭിക്കുന്നത്. 1,00,000-ന് മാസം 625 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇക്കൂട്ടത്തിൽ ഏറ്റവും പലിശ നിരക്ക് കൂടിയതും അധികം ആരും അറിയാത്തതുമായൊരു നിക്ഷേപ മാർഗമാണ് KSFEയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. 7.75% പലിശ നൽകുന്ന KSFEയിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി നമുക്ക് 646 രൂപ വെച്ച് അക്കൗണ്ടിൽ പലിശയായി ലഭിച്ചുകൊണ്ടിരിക്കും. മേൽപ്പറഞ്ഞ മാർഗങ്ങളൊക്കെയും ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളാണ്. ആർക്കും ധൈര്യമായി പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ കുറച്ചുകൂടി റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള, താരതമ്യേന ഷെയർ മാർക്കറ്റിനേക്കാളും റിസ്ക് കുറഞ്ഞ നിക്ഷേപ മാർഗമാണ് കോർപ്പറേറ്റ് ബോണ്ടുകളിലെ നിക്ഷേപം. ജിറാഫ്, വിൻഡ് വെൽത്ത് തുടങ്ങിയ സെബി കൺട്രോൾഡ് പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് മുത്തൂറ്റിൻ്റെയും IIFLൻ്റെയും മഹീന്ദ്രയുടെയും ഒക്കെ ബോൺസുകൾ ഈസിയായി വാങ്ങാവുന്നതാണ്. പലതിനും 9 മുതൽ 13% വരെ ലാഭവിഹിതമുണ്ട്. മന്ത്ലി ഇൻട്രസ്റ്റ് പേഔട്ടും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മുത്തൂറ്റ് മിനിയുടെ 11% കൂപ്പൺ റേറ്റുള്ള ബോണ്ടിൽ 1,08,138 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി 991 രൂപ വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. ബോണ്ടിൻ്റെ കാലാവധി കഴിയുമ്പോൾ നിക്ഷേപ തുക തിരികെ ലഭിക്കുകയും ചെയ്യും. 1000 രൂപയ്ക്ക് പോലും ഇതിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. ഇത്തരത്തിൽ റിസ്ക് കുറഞ്ഞ ഒട്ടേറെ മാർഗങ്ങളിലൂടെ ഒരു വരുമാന മാർഗം ഈസിയായി കണ്ടെത്താൻ കഴിയും. അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് 1,00,000 എന്ന എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതേ ഉള്ളൂ. മാസം തോറും ലഭിക്കുന്ന ഈ തുക നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിനായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ SIP പോലെയുള്ളവയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. എല്ലാവരും സമ്പാദ്യം ഒരു ശീലമാക്കൂ. സുരക്ഷിതമായ നാളേക്ക് വേണ്ടി കരുതലോടെ മുന്നേറുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.